നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനു പിന്നാലെ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ തലസ്ഥാനത്തുണ്ടായ ക്രൂരമായ ആക്രമണത്തിൽ സിബിഐ അന്വേഷണത്തിന് വഴി തുറക്കുന്നു. യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്ന് കേരള പോലീസ് ഔദ്യോഗികമായി ഉറപ്പു നൽകിയ ശേഷമാണ് ഇഡി ഉദ്യോഗസ്ഥർ വസതിക്ക് പുറത്തേക്ക് വന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും ഗുരുതരമായ വിവരം. പുറത്ത് സ്ഥിതിഗതികൾ ശാന്തമാണോ എന്ന് ഇഡി ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവർത്തിച്ച് ചോദിച്ചിരുന്നു. എന്നാൽ എല്ലാം സുരക്ഷിതമാണെന്ന് പോലീസ് മറുപടി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് അസാധാരണമായ ആക്രമണം അരങ്ങേറിയത്. പുറത്തു വൻ ആക്രമണ സാധ്യതയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് ഇഡി ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വം ആക്രമികൾക്ക് മുന്നിലേക്ക് പോലീസ് തുറന്നുവിട്ടതെന്നാണ് ആക്ഷേപം. ഉദ്യോഗസ്ഥരെയും വാഹനങ്ങളെയും ആക്രമിക്കാൻ കല്ലും വടികളുമായി ആളുകൾ തടിച്ചുകൂടുന്നതായും ജനക്കൂട്ടത്തെ മാറ്റിയ ശേഷമേ ഇഡി സംഘത്തെ പുറത്തുവിടാവൂ എന്നും സ്പെഷ്യൽ ബ്രാഞ്ച് കൃത്യമായി അറിയിച്ചിരുന്നു. എന്നാൽ ഈ അതീവ രഹസ്യ വിവരങ്ങളെല്ലാം ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ബോധപൂർവം തള്ളിക്കളയുകയായിരുന്നു. സുരക്ഷിതമായി ഇഡി ഉദ്യോഗസ്ഥർക്ക് ബേക്കർ ജംഗ്ഷനിലെ വീട്ടിൽ നിന്നും പ്രധാന റോഡിലെത്താൻ കഴിയുമോ എന്ന് കൂടെയുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥർ പോലീസിനോട് ചോദിച്ചിരുന്നു. തങ്ങൾ സുരക്ഷിതമായി എത്തിക്കാമെന്നായിരുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പ്. എന്നാൽ ഈ ഉറപ്പുകളെല്ലാം പൂർണ്ണമായി ലംഘിക്കപ്പെടുകയും ഇഡിയുടെ കാറുകൾ അക്രമികൾ തല്ലി തകർക്കുകയാണ് ഉണ്ടായത്. ആക്രമണത്തിൽ ഇഡിയിലെ വനിതാ ഉദ്യോഗസ്ഥയ്ക്കും ഡ്രൈവർക്കും സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംഭവ സമയത്ത് സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന പോലീസിലെ ഒരു പ്രമുഖ സംഘടനാ നേതാവിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളെ സംശയത്തിന്റെ നിഴലിലാക്കുന്നത്. CPM കടുത്ത അനുഭാവിയായി പോലീസ് നേതാവ് മുൻപും ഇഡിക്കെതിരെ പലവിധ നീക്കങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടായിട്ടും ഇയാൾ സുരക്ഷാ ക്രമീകരണങ്ങൾ അട്ടിമറിക്കാൻ കൂട്ടുനിന്നതായാണ് കേന്ദ്ര ഇന്റലിജൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. ഇടത് സംഘടനാ നേതാവായ ഈ ഉദ്യോഗസ്ഥന്റെ പങ്ക് അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി കാണുന്നത്. സംസ്ഥാന പോലീസിന്റെ ഉന്നതതലത്തിൽ തന്നെയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇഡി സംഘം കെണിയിൽപ്പെട്ടതെന്ന നിഗമനത്തിലാണ് കേന്ദ്രം. അതുകൊണ്ട് തന്നെ കേസ് പ്രാദേശിക പോലീസിന്റെ പരിധിയിൽ ഒതുക്കാതെ CBIക്ക് തന്നെ കൈമാറാമെന്ന കടുത്ത നിലപാടിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേസിൽ സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണം വെറും നാടകമാണെന്നും യഥാർത്ഥ പ്രതികളെയും അവർക്ക് ഒത്താശ ചെയ്ത പോലീസുകാരെയും സംരക്ഷിക്കാനാണ് നീക്കമെന്നും ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ CBI വരുന്നത് അനിവാര്യമാണെന്നാണ് കേന്ദ്ര വിലയിരുത്തൽ. പോലീസിലെ കരിങ്കാലികളെയും ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത രാഷ്ട്രീയ നേതാക്കളെയും ഒരേപോലെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന ഈ പരിശോധനയെക്കുറിച്ച് സംസ്ഥാന സർക്കാരിനെയോ ആഭ്യന്തര വകുപ്പിനെയോ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പോലീസിന്റെ യാതൊരുവിധ സഹായവും ഇഡി തേടിയിരുന്നില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവിയും ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 8 പേരടങ്ങുന്ന CRPF ഉദ്യോഗസ്ഥരുടെ സുരക്ഷയോടെയാണ് ഇഡി സംഘം പരിശോധനയ്ക്കെത്തിയത്. സാധാരണ സംസ്ഥാന പോലീസിന്റെ സഹായം തേടാതെ ഇത്തരം റെയ്ഡുകൾക്ക് എത്തുമ്പോൾ കേന്ദ്രസേനയുടെ സുരക്ഷ ഉറപ്പാക്കുകയാണ് പതിവ്. എന്നാൽ കേന്ദ്രസേന ഒപ്പമുണ്ടായിട്ടും അവർക്ക് തെറ്റായ വിവരങ്ങൾ നൽകി കേരള പോലീസ് വഞ്ചിക്കുകയായിരുന്നെന്നാണ് പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പോലീസ് നൽകിയ സുരക്ഷാ ഉറപ്പ് വിശ്വസിച്ച് പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ക്രൂരമായ ആക്രമണം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല, മറിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള കൃത്യമായ ഗൂഢാലോചനയാണ്.